അപ്പോൾ അത് ഈ ഭാഗത്ത് വേദന വരുമ്പോൾ ഇവിടെ ഇങ്ങനെ അമർത്തി പിടിച്ചാൽ കുറേ ആൾക്കാർക്ക് സുഖം കിട്ടും. ചില ആൾക്കാർ മറ്റേ തോർത്തോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായി മുറുക്കി കെട്ടും. ഒരു ഭാഗത്തോ അല്ലെങ്കിൽ രണ്ട് ഭാഗത്തോ. അത് സാധാരണ ഈ നമ്മൾ ചെന്നി ഭാഗത്താണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന് ചെന്നിക്കുത്ത് എന്നാണ് ചില ഇതിൽ നമ്മൾ കൊളോക്കിയലി മലയാളത്തിൽ പറയാം. അപ്പോൾ അസുഖം മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ ചോദിക്കും. ഏറ്റവും സർവ്വസാധാരണമായി കാണുന്നതും ഇടയ്ക്കിടയ്ക്ക് വരുന്നതുമായ ഒരു തരം തലവേദനയാണ് മൈഗ്രെയിൻ. തലൻ്റെ രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ ഒരു ഭാഗത്തുമാണ് സാധാരണയായിട്ട് ഉണ്ടാവുക. ഈ ത്രോബിങ് നമുക്ക് തുള്ളുന്ന പോലെ മിടിക്കുന്ന പോലെ വരും. പിന്നെ ചില ആൾക്കാർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഓറ എന്ന് പറയും. ശരിക്കും പറയുകയാണെങ്കിൽ മൈഗ്രെയിൻ രണ്ട് തരത്തിലാണ്. മൈഗ്രെയിൻ വിത്ത് ഓറ, മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ. ഓറ എന്ന് പറയുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വരുന്നുണ്ടെന്ന് അറിയും. അത് അധികം കണ്ണിൻ്റെ മുന്നിൽ ഒരു വല കെട്ടിയ പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇരുട്ട് പോലെ കുറേ നേരം ഒന്നും കാണാത്ത പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ട് പിന്നെ തലവേദന വരുമ്പോൾ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും. അതില്ലാത്തതിൻ്റെ നേരെ തലവേദന വരുമ്പോൾ വിത്തൗട്ട് ഓറ എന്നും പറയും. അല്ലെങ്കിൽ നമ്മൾ വിത്ത് ഓറയ്ക്ക് ക്ലാസിക് മൈഗ്രെയിൻ എന്നും പറയും. അതിലേറെ കോമൺ ആണ് വിത്തൗട്ട് ഓറ, വെറുതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരിക.